ടൈറ്റ് ആയിട്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി പുറത്തേക്ക് ഇറക്കണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചിട്ടുള്ള ഒരു കേസാണല്ലോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോറൊക്കെ തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു വരാം. ആ ഒരു സമയത്താണ് നമ്മുടെ മഹീന്ദ്രയുടെ B6 ഈ ഒരു ഫീച്ചർ ശരിക്കും ഉപകാരം ഉണ്ടാക്കാട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവർ ഇല്ല വണ്ടിയുടെ ഉള്ളിൽ, വണ്ടീനെ നമുക്ക് മുമ്പോട്ട് എടുക്കാനായിട്ട് പറ്റും. നോക്കി, ഇതിപ്പോൾ ഞാൻ തുറന്ന് കാണിക്കാട്ടോ നിങ്ങളെ. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഡ്രൈവറില്ലേ, വണ്ടി തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത്ര നേരം കണ്ടില്ല, ഈ ഒരു മുതൽ ഇങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. ഒരു രക്ഷയില്ലേ. റിവേഴ്സ് അടിക്കാൻ പേടിച്ചിട്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹീന്ദ്രയുടെ B6 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് കാണാം. അതിനുശേഷം ഈ കാണുന്ന വിർച്വൽ പാർക്കിംഗ് എടുക്കുക. ഇവിടെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. ആ ഒരു ബോക്സിനെ നിങ്ങൾ എവിടെയാണോ കൊണ്ട് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ വണ്ടി പാർക്ക് ഔട്ടാ. സ്റ്റാർട്ട് പാർക്കിംഗ്. പിന്നെ നമ്മൾ നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, വേണമെങ്കിൽ ഗെയിം കളിക്കണമെങ്കിൽ ഗെയിം കളിക്കാം. എൻ്റെ കാലും കൈയൊക്കെ ഫ്രീ ആയിട്ട് എങ്ങനെ ഇരിക്കാൻ വേണ്ടി പോകാനായിട്ടാ. നമ്മളപ്പോൾ എവിടെയാണോ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു സ്ഥലം സെറ്റ് ചെയ്തേ, അവിടെ നമ്മുടെ ഈ ഒരു മുതല് നമ്മുടെ വണ്ടീനെ കൊണ്ട് പാർക്ക് ചെയ്യുന്നതേ. പഴയ ആൾക്കാരൊക്കെ വല്ല പ്രേതം കയറിയെന്ന് വിചാരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അതിലാണ് കേട്ടോ ഇതിന്റെ സ്റ്റിയറിംഗിന്റെ ആ ഒരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ ഇതാണ് നമ്മൾ വെച്ച ഒരു ബോക്സ് എന്ന് പറയണത്. പുള്ളി എന്നെ എല്ലാം സെൻസ് ചെയ്ത് കണ്ടില്ലേ. കറക്റ്റ് നമ്മൾ ആ ഒരു പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് നമ്മുടെ മുതലിനെ പാർക്ക് ചെയ്തിട്ടാ. മുമ്പിൽ ഒരു കാറുണ്ട്, പക്ഷെ ഫുള്ള് സെൻസറായ കാരണം അതൊന്നും ഒരു ഇഷ്യൂ അല്ല. അതേ പോണു. സ്റ്റിയറിംഗ് കാണിച്ചു കൊടുക്കടാ. ഹസാഡ് പുള്ളി തന്നെ ഇട്ടു. എല്ലാം കഴിഞ്ഞ് വണ്ടി ഇവിടെ സെറ്റാക്കി. ഇതിലിപ്പോ ഞാൻ വേണമെന്നൊന്നുമില്ല കേട്ടാ. ഞാൻ പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ ആള് പാർക്ക് ചെയ്തോളും. എന്റെ പൊന്നെ, കാറുകളിലൊക്കെ വരുന്നൊരു മാറ്റല്ലേ. നമ്മൾ ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിൽ എന്തെങ്കിലും ഒരയോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പത്തുമോ ഇടിക്കോ എന്നൊക്കെ പേടി ഉണ്ടായിരിക്കില്ല. ആ ഒരു സമയത്ത് ഈ ഒരു കാണുന്ന ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാം. പാർക്ക് ഔട്ട് എന്നാണ് ഈ ഒരു ഫംഗ്ഷന്റെ പേര് എന്ന് പറയുന്നത്. ജസ്റ്റ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഏത് സൈഡിലേക്കാണോ നിങ്ങൾക്ക് വണ്ടി തിരിച്ചെടുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് പ്രസ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് പാർക്ക് ഔട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി തന്നെ പോയി. ഒന്നും ചെയ്യുന്നില്ല, ആക്സിലേറ്റർ കൊടുക്കണില്ല. അതേപോലെ തന്നെ മുമ്പിൽ ആൾ വന്നോണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സംഭവം നിന്നോട്ടോ. അതിനുശേഷം നമ്മൾ വീണ്ടും വേറൊരു സൈഡിലേക്ക് ഇട്ട് ട്രൈ ചെയ്തു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പോകുമ്പോൾ ഈ ഒരു സെൻസർ ഓട്ടോമാറ്റിക്കലി കട്ടാവും. പിന്നെ നമ്മൾ ആദ്യം പുതിയ റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. എൻ്റെ പൊന്നെ, അതായത് എവിടെയാണോ നമ്മൾ ആ സെലക്ട് ചെയ്ത് അങ്ങോട്ട് സ്റ്റഡി ആക്കി നിർത്തും നമ്മുടെ വണ്ടീനെ തന്നെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്സിലേറ്ററുമോ ബ്രേക്കുമോ ഒന്നും ആലോചിച്ചിട്ടില്ല. ഫുള്ള് സെൻസർ വെച്ചിട്ടുള്ള കളിയാണ്. മുമ്പിലൊക്കെ ബ്ലേഡ് കട്ടാണോ എൻ്റെ പൊന്നെ. നോക്കിങ്ങള് സ്റ്റിയറിംഗ് തിരിഞ്ഞു.